ഡോക്ടർ, കാറ്ററാക്ട് സർജറിയുടെ കോസ്റ്റ് എല്ലാവർക്കും ഒരുപോലെ അല്ലാത്തത് എന്തുകൊണ്ടാണ്? കാറ്ററാക്ട് സർജറി പല ഹോസ്പിറ്റൽസിൽ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ തന്നെ പല റേറ്റ് അല്ലേ? അതെ, എന്തുകൊണ്ടാണ്? അതിൻ്റെ ഒരു വൺ ഓഫ് ദ റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുന്നത്, നമ്മളിപ്പം ഒരു ഇലക്ട്രോണിക്സ് കടയിൽ TV വാങ്ങിക്കാൻ ചെല്ലുമ്പോഴത്തേക്കും പല തരത്തിലുള്ള TVകളില്ലേ, ഒരേ പിക്ചർ ആയിരിക്കും കാണുന്നത്, പക്ഷേ ആ കാണുന്ന പിക്ചറിൻ്റെ ക്വാളിറ്റിയുടെ ഡിഫറൻസ് ഇല്ലേ? LED TV, LCD TV സട്ടിൽ ചേഞ്ചസ് ആണ്. ഓരോ ഇലയുടെ ഷാർപ്നെസ്, കളറിൻ്റെ വ്യത്യാസങ്ങൾ, ആ പച്ച തന്നെ പല തരത്തിലുള്ള പച്ചയായിട്ട് ഓരോ TVയിലും കാണുന്നത് അല്ലേ? ഈ സെയിം ആണ് ലെൻസുകളിലും സംഭവിക്കുന്നത്. അതിലെ മെറ്റീരിയൽ എന്ന് പറയുന്നത് PMMA എന്ന് പറയുന്ന ഒരു മെറ്റീരിയലാണ്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയുടെ ഡിഫറൻസ് അല്ലെങ്കിൽ കമ്പനികളുടെ ഡിഫറൻസ് അനുസരിച്ചിട്ടാണ് നമ്മളുടെ ഓരോ കളറിൻ്റെ ഡിഫറൻസ് പോകുന്നത്. ഈ ക്രൊമാറ്റിക് അബ്രേഷൻ എന്നൊക്കെ പറയും. അതായത് നമ്മൾ ഈ രാത്രി കാലങ്ങളിൽ വണ്ടി ഓടിക്കുമ്പം ചിലപ്പം സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഇങ്ങനെ പടർന്ന് കാണത്തില്ലേ ഗ്ലാസിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ ഓരോ സാധനങ്ങളെയും കട്ട് ചെയ്യുന്നത്. അതേപോലെ ചില ലെൻസുകളിൽ ഈവൻ നമ്മുടെ കണ്ണിൻ്റെ തന്നെ ചെറിയ അഴുക്കിൻ്റെ പടലങ്ങൾ പറ്റിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനെ റിപ്പൽ ചെയ്യുന്ന തരം മെറ്റീരിയലുകൾ, അതിനാണ് ഈ ആഫ്റ്റർ കാറ്ററാക്ട്. തിമിരം കഴിഞ്ഞിട്ട് തിമിരം വന്നു എന്നൊക്കെ ചിലർ പറയും. അത് നമ്മൾ ലേസർ കൊണ്ട് ഡീൽ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ ആഫ്റ്റർ കാറ്ററാക്ട് അല്ലെങ്കിൽ ക്രൊമാറ്റിക് അബ്രേഷൻസ്, ഈ ലൈറ്റുകൾ പടർന്ന് കാണുന്നത്, കളറിൻ്റെ വ്യത്യാസങ്ങൾ, ഷാർപ്നെസ്സിൻ്റെ വ്യത്യാസങ്ങൾ, ഇപ്പം നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ആ ഓരോ സ്റ്റെപ്പും തമ്മിലുള്ള ആഴങ്ങൾ അളക്കുന്നതിൻ്റെ വ്യത്യാസങ്ങൾ, ഇങ്ങനെ സട്ടിൽ ചേഞ്ചസ് ആണ് ഓരോ ലെൻസിൻ്റെയും മെറ്റീരിയൽസ് അനുസരിച്ചിട്ടുള്ളത്. അപ്പം അതനുസരിച്ചിട്ടാണ് ഓരോ ലെൻസിൻ്റെയും വിലകളുടെയും ഡിഫറൻസ് വരുന്നത്. കോസ്റ്റ് നോക്കുന്നതിനേക്കാൾ രോഗികൾ പ്രധാനമായി നോക്കേണ്ട കാര്യം എന്താണ് ഒരു കാറ്ററാക്ട് സർജറി ചെയ്യുമ്പോൾ? ഇത് രണ്ടും കോസ്റ്റ് നോക്കുന്നതിനേക്കാൾ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കോസ്റ്റ് ഈസ് ലൈക്ക് ഓരോ ഹോസ്പിറ്റൽസും അവരുടേതായിട്ടുള്ള സർവീസിനും കൂടെയൊക്കെ അനുസരിച്ചിട്ടായിരിക്കാം കോസ്റ്റ് ഇടുന്നത്. ഡെഫിനറ്റ്ലി ലെൻസിൻ്റെ കമ്പനി നിങ്ങൾ നോക്കിയിരിക്കണം. ദെൻ ചെയ്യുന്ന സർജൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾ നോക്കിയിരിക്കണം. കാരണം എത്ര നേരം ഈ കണ്ണ് അറ്റ്മോസ്ഫിയറിനോട് തുറന്നിരിക്കുന്നു, എത്രയും സ്പീഡിൽ ചെയ്തെടുക്കാമോ അത്രയും സ്പീഡിൽ ചെയ്തെടുക്കുമ്പോഴാണ് കണ്ണിന് ഇൻഫെക്ഷൻ തട്ടാത്തത്. കാരണം കണ്ണിൻ്റെ മുറിവ് തുറന്നിരിക്കുന്ന അത്രയും സമയം അന്തരീക്ഷത്തിൽ നിന്ന് അണുക്കൾ കയറുകയാണ്. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര ഫാസ്റ്റായിട്ട് ഇത് ചെയ്യാൻ കഴിയുന്നു, അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന സർജറി ഇടയിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്, അതുപോലെ സർജൻ്റെ എക്സ്പീരിയൻസ്, ഇടുന്ന മുറിവിൻ്റെ ആഴം, നീളം, ദെൻ ഇടുന്ന ലെൻസിൻ്റെ മെറ്റീരിയൽ, ഓഫ് കോഴ്സ് സർവീസ് ഓഫ് ദ ഹോസ്പിറ്റൽ. അപ്പം ഈ കാര്യങ്ങളൊക്കെയാണ് കമ്പൈൻ ചെയ്ത് വരുമ്പോൾ കോസ്റ്റ് ഈസ് ഇമ്മെറ്റീരിയൽ. ആക്ച്വലി ഇപ്പോഴത്തെ എല്ലാ ഫാമിലീസും യൂഷ്വലി അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഫാമിലീസ് തന്നെയാണ് ഈ ഒരു കാലഘട്ടത്തിലുള്ളവർ. അപ്പം അവർ ഈ കാര്യങ്ങളെല്ലാം തന്നെ നോക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം.